അഡ്വക്കേറ്റ് അസ്കർ, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഗൈഡ് ലൈൻസ്, അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും സമയം നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ പ്രധാനമായിട്ട് അതായത് ആൻ എക്സ്ട്രാക്ട് ഓഫ് ദ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് റെലവൻറ്റ് ടു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഷുഡ് ബി ഇൻസിസ്റ്റഡ് അപ്പോൺ അലോങ് വിത്ത് ദ റിക്വസിഷൻ. അതെന്തായാലും അതായത് ഈ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസിലാണ് പറയുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അസിസ്റ്റൻറ്റ് സർജൻ അത് കണ്ടിരിക്കണം. മാത്രമല്ല ക്ലോത്ത്സ് ആൻഡ് അതർ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഫൗണ്ട് ഓൺ ദ ബോഡി ആർ ടു ബി ആസ്ക്ഡ് ഫോർ ഇൻ ഓൾ കേസസ് വെയർ എക്സാമിനേഷൻ ഓഫ് സച്ച് മെറ്റീരിയൽ ഒബ്ജക്ട്സ് മേ ഹെൽപ്പ് ഇൻ അറ്റൈനിങ് എനി ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓട്ടോപ്സി. എനിക്ക് അറിയേണ്ടത്, ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ട് എന്ന പരാമർശം അത് അസിസ്റ്റൻറ്റ് സർജൻ പരിശോധിച്ചിരുന്നെങ്കിൽ എങ്ങനെ ശരീരത്തിൽ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഇഞ്ചറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? അന്നംബിയർ ഇതില് ഒന്നാമതായി ഈ ഹാങ്ങിങ് ഡെത്ത് 3 തരത്തിലാണ് സംഭവിക്കാറുള്ളത്. ഒന്ന് സൂയിസൈഡും, മറ്റൊന്ന് ഹോമിസൈഡും, മൂന്നാമത് ആക്സിഡന്റുമാണ്. വളരെ അപൂർവമാണ് ആക്സിഡന്റൽ ഹാങ്ങിങ്സ് എന്ന് പറയുന്നത് നാം കണ്ടുവരാറുള്ളത്. ഹോമിസൈഡിലും സൂയിസൈഡിലും വളരെ കൃത്യമായിട്ട് ലിഗേച്ചർ മാർക്ക് 3 ക്യാരക്ടറിസ്റ്റിക്കാണ് ആത്മഹത്യ ചെയ്താൽ, ഹാങ്ങിങ് മൂലം ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ തൂങ്ങി മരണം സംഭവിച്ചാൽ 3 ക്യാരക്ടറിസ്റ്റിക്കാണ് പ്രത്യേകമായി കാണാറുള്ളത്. ഒന്ന് ലിഗേച്ചർ മാർക്കാണ്. ആ ലിഗേച്ചർ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധന് ഇത് ആത്മഹത്യയാണോ സൂയിസൈഡാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. നോട്ട് വരുന്നതിന്റെ ഭാഗം വെച്ചും ലിഗേച്ചർ മാർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് വിദഗ്ധൻ ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ സൈനോസിസ് എന്ന് പറയും. അതായത് വിരൽത്തുമ്പുകളിലും നഖങ്ങളിലും ഒക്കെ വരുന്ന നീല നിറത്തെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. മൂന്നാമത് പെറ്റഗൽ ഹെമറേജ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ചോര പൊടിയുന്ന അവസ്ഥ. എല്ലാ ആത്മഹത്യാ മരണങ്ങളെയും അസ്ഫിക്സിയ, അതായത് ഓക്സിജൻ ലഭിക്കാതെ വരുന്ന ആ മരണങ്ങളായിട്ടാണ് പൊതുവെ മരണകാരണം കണ്ടെത്താറുള്ളത്. അപ്പോ ഇതിൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധൻ പരിശോധിക്കാനുള്ളത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രജിത്ത് എന്ന് പറയുന്നത് പരിണിത പ്രജ്ഞനായിട്ടുള്ള, HOD എന്ന് പറയുന്നത് പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധനാണെന്നുള്ളതിൽ കേരളത്തിലെ പരിശോധിക്കാതെ അങ്ങ് ഇടപെടരുത് ദയവ് ചെയ്ത്. അങ്ങ് ഞാൻ ഈ പറയുന്നത് ക്ലാസ് എടുക്കാതെ ചോദ്യത്തിനുള്ള മറുപടി അല്ലല്ല, ഇത് സാധാരണ ഞങ്ങളെ പറയിപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനല്ല, 2 തരത്തിലുള്ള അല്ല പ്രിയപ്പെട്ട ഷാജഹാൻ സാർ, 2 തരത്തിലുള്ള വിമർശകരുണ്ട്. ഫാക്ട് വെച്ചിട്ട് വിമർശിക്കുകയും വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരുണ്ട്. ഫാക്സ് വെച്ചിട്ടാണ് അനിൽ വിമർശിച്ചത്. അല്ല, ഒരു ഫാക്സ് ഇല്ല ഇതിനകത്ത്. ഫാക്സ് നിങ്ങൾ ഈ ഫോറൻസിക് സയൻസിനെ കുറിച്ച് ബാലപാഠം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. പെറ്റഗൽ ഹെമറേജ് എന്ന് പറയുന്നത് ചോര പൊടിയുന്ന അവസ്ഥയാണ്. നിശ്ചയമായും അങ്ങനെ പെറ്റഗൽ ഹെമറേജ് ഉണ്ടായാൽ, ആ പെറ്റഗൽ ഹെമറേജ് ഉണ്ടായാൽ നിശ്ചയമായും വസ്ത്രങ്ങളിൽ ചോര പൊടിയും. ചോര ഉണ്ടാവും, പരിശോധിച്ച്. പിന്നെ 2, ആത്മഹത്യയാണെങ്കിൽ ഈ ഹാങ്ങിങ് ഡെത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറും സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കും. ഇത് സാധാരണഗതിയിൽ നാം കണ്ടുവരുന്ന ആത്മഹത്യകളിൽ ഭൂരിപക്ഷം വരുന്നത് ഇതൊക്കെ സയൻസാണ്. ആ സയൻസിനെ മാറ്റി കൗണ്ടറായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അസ്കർ. ഒരാൾ സ്വയം തൂങ്ങുകയാണെങ്കിൽ ആ മരണവെപ്രാളത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൊത്തം അദ്ദേഹം ഈ നഖമിട്ട് മാന്തിയതിന്റെ പാടുകളൊക്കെ കാണും. ഈ ഇവിടെ ഒന്നുമില്ല, ഒരു പരിക്കുമില്ല. അത് ചോദിക്കാലോ, എന്തുകൊണ്ടുണ്ടായില്ല? വളരെ ശാന്തരായി തൂങ്ങി മരിക്കുകയായിരുന്നോ? അങ്ങനല്ല, അങ്ങ് ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ ആത്മഹത്യകളിലും അങ്ങ് വേണമെന്നില്ല. അങ്ങ് പരിശോധിക്കൂ. യഥാർത്ഥത്തിൽ ഒരു മിനിറ്റ് അല്ല, കേരളത്തിൽ നമുക്ക് വളരെ പ്രശസ്തനായ ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധൻ ഡോക്ടർ ഉമാദത്തൻ, അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായ 2 പുസ്തകങ്ങൾ ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള അതിലും പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ മുരളി കൃഷ്ണ അറിയോ താങ്കൾക്ക്? കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് ഡയറക്ടർ. രാജൻ കേസ് അടക്കം തെളിയിക്കുന്നതിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയ ഡോക്ടർ മുരളീകൃഷ്ണന്റെ പുസ്തകം കൂടെ വായിക്കണം കേട്ടോ.
അല്ല ഉണ്ടെന്നേ. ഏറ്റവും ആധികാരികമായി ഇതിനെ സംബന്ധിച്ച് നിരവധി അല്ല, ഉമാദത്തനേക്കാൾ സീനിയർ ആണ്, അതുകൂടെ വായിക്കണം. അല്ല ആണല്ലോ. ഞാനത് ഡോക്ടർ മുരളീകൃഷ്ണനെ നിരാകരിക്കാനെന്നുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ലെന്നേ. ഞാനൊന്നും അദ്ദേഹത്തെ നിരാകരിക്കുന്നല്ല. ഞാനീ പറയുന്നത് ബേസിക് സയൻസ് ആണ്, ബേസിക് ഫോറൻസിക് സയൻസ് ആണ്. പക്ഷെ അങ്ങ് ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധന്റെ കൂടി സേവനം ഈ ചർച്ചയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഈ പറയുന്ന വിഡ്ഢിത്തരത്തിലേക്ക് വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനൊന്നും പറഞ്ഞു പോകാൻ നിങ്ങൾ ആരാണ്? അവിടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് തെളിയിച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അപ്പുറത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ വിഡ്ഢിയാണ് ഞങ്ങൾ പറയും. അങ്ങനെയല്ല, ഒരു കേസ് അന്വേഷിച്ച NIA ഉൾപ്പെടെ ജോലി ചെയ്ത രാജ്മോഹൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ ഇരിക്കുകയാണ്. നിങ്ങൾ പറയാനായിട്ട് മൂന്ന് കാര്യങ്ങൾ, എന്ത് മൂന്ന് കാര്യങ്ങൾ? തിയറിയിലുള്ള പാണ്ഡിത്യം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ നിങ്ങളാണ് പമ്പര വിട്ടി. അങ്ങനല്ല, നിങ്ങളുടെ വിഡ്ഢിത്തരം മൊത്തം ഞാൻ നിങ്ങളാണ് പമ്പര വിട്ടി. ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ വിഡ്ഢിത്തം പറയരുത്, നിങ്ങൾ പറയരുത്. നിങ്ങൾ വലിയ കൂടിയ പണ്ഡിതനാണെന്ന് നോക്കണ്ട. നിങ്ങൾ ഒരു സാധാരണ അഭിഭാഷകൻ മാത്രമാണ്. നിങ്ങൾ ഒരു മിനിറ്റ് പറയണ്ട. മാന്യമായി സംസാരിക്കും നിങ്ങൾ. നമ്മുടെ വിഷയം ഇതല്ല. തർക്കിക്കയല്ല. പ്രിയപ്പെട്ട ഷാജാൻ, പിന്നെ നിങ്ങൾ വലിയ ആളൊന്നും ആവണ്ട. പ്രിയപ്പെട്ട നിങ്ങൾ വാക്കുകൂടി ഉപയോഗിക്കണ്ട. നിങ്ങൾ ഫാക്ട്സ് മറുപടി പറയൂ. ബുദ്ധിജീവിയൊന്നുമല്ല. നിങ്ങൾ വലിയ ബുദ്ധിജീവിയൊന്നുമല്ല. നിങ്ങൾ തിയറി അല്ല പഠിപ്പിക്കേണ്ട, ഫാക്ട്സിന് മറുപടി പറയാം. പ്ലീസ് പറയട്ടെ ഷാജാൻ, ഒന്നേ താങ്കൾ ഒന്ന് അടങ്ങ് പ്ലീസ്. അഡ്വക്കേറ്റ് അസ്കർ പ്ലീസ്. അഡ്വക്കേറ്റ് അസ്കർ, ഇപ്പോൾ എനിക്ക് ഈ ഫോറൻസിക് ഇതിലൊന്നും വലിയ പാണ്ഡിത്യമൊന്നുമില്ല, ശരിയാണ്. പക്ഷേ എൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഇതിൽ വലിയ പാണ്ഡിത്യമൊന്നും ഉണ്ടാവാൻ ഇല്ല. ഞങ്ങൾ ഈ ഒരു ഫോറൻസിക് സർജനെയൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ അസൗകര്യം കാരണമാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്നത്. പോട്ടെ. പക്ഷേ എങ്കിലും ഇത് വളരെ പ്രാഥമികമായിട്ടുള്ള ചില നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെയാണല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു കാരണവശാലും ബ്ലഡ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. അതേസമയം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം സ്വയം തൂങ്ങിയതാണെങ്കിൽ ആ മരണവെപ്രാളത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളൊക്കെ കാണുമല്ലോ. അഞ്ചി അതില് എല്ലാ ആത്മഹത്യകളിലും വിരൽ തുമ്പുകൾ കൊണ്ട് തുടയിലോ കയ്യെത്തുന്ന ദൂരത്തോ വെപ്രാളത്തിനിടയിൽ ചൊറിഞ്ഞു പൊട്ടുന്ന സാഹചര്യം ഉണ്ടാവാറില്ല, മാന്തി പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. അങ്ങ് പരിശോധിക്കും. ഞാനിത് പറയുന്നത് 4 നൂറ്റാണ്ടോളമായി ക്രിമിനൽ കോടതികളിൽ ഒരു 300-ലധികം കൊലക്കേസുകൾ നടത്തിയിട്ടുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകൻ പ്രതിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. എന്ന നിലയിൽ എന്റെ പരിമിതമായ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് ഇനി KM ഷാജഹാൻ എന്ന് പറയുന്ന ബുദ്ധിജീവി എന്തു പറഞ്ഞാലും അത് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ രക്തം വന്ന കാര്യം, ഇദ്ദേഹത്തിന്റെ അടിവശത്തിൽ രക്തമുണ്ടെന്ന കാര്യം, അത് എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത്? അത് ഇപ്പൊ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അവിടെ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നില്ല. ഞാൻ പറയാം. ഒന്ന്, ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും രണ്ടാണ്. ശരിയാ, രണ്ടാണ്. അത് ആദ്യം അത് മനസ്സിലാക്കണം. വളരെ വലിയ അഭിപ്രായം. പ്ലീസ് രണ്ടാണ് സമ്മതിച്ചു. അറിഞ്ഞത് നന്നായി. അല്ല, അത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാതെ നിങ്ങൾക്ക് അറിയില്ലാത്തതും നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഈ പറയുന്നത്? വെറുതെ കിടന്ന് അതായത് ഇൻക്വസ്റ്റിന്റെ സമയത്ത് നിശ്ചയമായും വസ്ത്രങ്ങൾ മുഴുവൻ മാറി പരിശോധിക്കുക. അതിൽ ശരീരത്തിൽ ഏതൊരു മൃതശരീരത്തിൽ പാടുകളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഇൻക്വസ്റ്റ്. അത് അപ്പാരന്റ് കോസ് ഓഫ് ഡെത്ത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻക്വസ്റ്റിന്റെ പ്രാഥമികവും ആത്യന്തികവുമായിട്ടുള്ള ലക്ഷ്യം. ഇൻക്വസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വസ്ത്രങ്ങളാകണം പാക്ക് ചെയ്തു സീല് ചെയ്ത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ സീല് ചെയ്ത് അത്
ഫോറൻസിക് സയൻസ് വിദഗ്ധൻ, അതായത് പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ചെയ്യുന്ന വിദഗ്ധന്റെ അടുത്തേക്ക് എത്തിക്കും. അത് അതിന്റെ ഒരു നടപടിക്രമമാണ്. അതും ഇൻക്വസ്റ്റ് പരിശോധിച്ചതിന് ശേഷം, ഭൂരിഭാഗം കേസുകളിലും ഇൻക്വസ്റ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഓട്ടോപ്സി സാധാരണഗതിയിൽ ഒരു ഫോറൻസിക് സർജൻ തുടങ്ങാറുള്ളത്. ആ ഓട്ടോപ്സി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓട്ടോപ്സി തീർന്നു കഴിയുമ്പോൾ ലഭിക്കുന്ന മുഴുവൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇതിലൊരു ഒരാൾക്കും അങ്ങനെ എതിരഭിപ്രായം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, ഇതില് ഇപ്പോ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ വരുന്നത്. ഞാൻ പരിശോധിച്ചതിൽ, എൻ്റെ അനുഭവ പരിജ്ഞാനത്തിൽ ഞാൻ പരിശോധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് ആത്മഹത്യയിലേക്ക് തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി സംശയമുണ്ട് എങ്കിൽ, ഇപ്പൊ നിർഭാഗ്യവശാൽ ആ ബോഡി ബറിയഡല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നിർഭാഗ്യവശാൽ വീണ്ടും ഒരു ഓട്ടോപ്സിക്കുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ലഭിക്കുന്നത് ഇനി ലഭിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ അനാലിസിസിലേക്ക് ആന്തരിക അവയവങ്ങളും ബ്ലഡ് സാമ്പിൾസും പ്രിസർവ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് മണ്ടത്തരെ പറയുന്നത്? അയച്ചിട്ടില്ലെന്ന് പറയരുത് ദയവ് ചെയ്ത്. അത് രാജ്മോഹൻ സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എന്നേക്കാൾ റിപ്പോർട്ടിൽ വരില്ലെന്നേ. ഞാൻ വായിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു എന്നാണോ പറയുന്നത്? ആണോ? ദയവ് ഇത് അങ്ങ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പൊ ഇത് മുന്നിൽ വെച്ചോണ്ട് സംസാരിക്കുന്നേ. ഞാൻ എന്റെ കയ്യിൽ എന്റെ ഫയലുകൾക്കിടയിൽ നിന്ന് ഞാൻ ഒരു 100 എണ്ണം ഇപ്പൊ എടുത്തു തരാം. 100 എണ്ണം തരാം. ഈ 100 എണ്ണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയണമെന്നില്ല എന്നാണോ പറയുന്നത്? വേണമെന്നില്ല. എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് കെമിക്കൽ അനാലിസിസിന് അയച്ചു എന്നുള്ള രീതിയിൽ വരണമെന്നില്ല. ഇല്ലാത്ത റിപ്പോർട്ടുകൾ ഒന്നല്ല, ഒരു 100 എണ്ണം എനിക്ക് കണ്ടെത്തി തരാൻ കഴിയും. ഞാനിത് നിങ്ങൾ തർക്കിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതില് സെപ്പറേറ്റ് റിപ്പോർട്ടായിട്ട് കെമിക്കൽ അനാലിസിസ് റിക്വസിഷനോടുകൂടി സെപ്പറേറ്റ് റിക്വസ്റ്റോടുകൂടി ഫോറൻസിക് സയൻസ് വിദഗ്ധൻ നിശ്ചയമായും അത് ചെയ്തിരിക്കും. അദ്ദേഹത്തിന്റെ ലോഗ് ബുക്കിൽ അന്ന് നടന്നിട്ടുള്ള മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും. രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. കേരള മെഡിക്കൽ ലീഗ് ഓഫ് റൂൾസ് അനുസരിച്ച് അത് രേഖപ്പെടുത്തണം. അങ്ങനെ ചെയ്തിരിക്കും. അതിലൊന്നും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഇതിനെ മറികടന്നുകൊണ്ട് ഒരു അതും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ HODക്ക് ചെയ്യാൻ വിഡ്ഢിത്തരം മാത്രമാണ്. അങ്ങനെ നമുക്ക് വിമർശിക്കാം. അദ്ദേഹം ചെയ്ത അതിന് വരിയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അത് ഉണ്ടായിട്ടുള്ള അക്ഷരങ്ങളെ നമുക്ക് വിമർശിക്കാം. ഇതൊക്കെ നമുക്ക് വിമർശിക്കാനുള്ള സാഹചര്യം. നവീൻ ബാബുവിന്റെ ബന്ധുവാണ് ഇന്നലെ അഡ്വക്കേറ്റ് അനിൽ നായരാണ് ഇന്നലെ പറഞ്ഞത് രാസപരിശോധനയ്ക്ക് ഈ ആന്തരിക അവയവങ്ങൾ അയച്ചിട്ടില്ല എന്ന്. അയക്കാതിരിക്കാൻ കഴിയില്ലെന്നേ. അല്ല, അത് നിങ്ങൾ ആ കേസ് ഡയറി പരിശോധിക്കുമ്പോ വളരെ കൃത്യമായിട്ട് അത് കാണും. മാത്രമല്ല കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ട്രിജിത്ത് അന്നേ ദിവസം 15/10/2024 ചെയ്തിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ ലോഗ് ബുക്കുകൾ പരിശോധിച്ച വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അതിനകത്ത് വ്യക്തത ഉണ്ടാവും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരണസമയം രേഖപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു നടപടിക്രമം അതൊരു ആക്യുറേറ്റ് ആയിട്ടൊരു ടൈം ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ല, ആക്യുറേറ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു സമയം പറയണ്ടേ? വേണമെന്നില്ല. അദ്ദേഹത്തിന്റെ മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും വേണ്ട. അങ്ങനല്ല, അങ്ങനെ മരണസമയം അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ അപാകതയിൽ കണ്ട അദ്ദേഹത്തിന് അഡീഷണൽ റിപ്പോർട്ട്, ഇത് ഒരു റിപ്പോർട്ട് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഷാജാൻ, ഇതൊരു സാധാരണക്കാരനല്ല മരിച്ചത്. ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജില്ലാ ഭരണകൂടത്തിലെ നമ്പർ 2 ആണ്. ഒരു മിനിറ്റ്. നമ്പർ 2 ആയിട്ടുള്ള ഒരു വ്യക്തി. ഇപ്പൊ നേരത്തെ രാജ്മോഹൻ സാറ് പറഞ്ഞു അദ്ദേഹം ഇതുപോലെ നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുള്ളതാണ്. ഒരു മിനിറ്റ്. അദ്ദേഹം ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതിൽ പ്രൊസീജിയർ ലാപ്സസ് പലതും ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ അന്വേഷണത്തിലുള്ള വീഴ്ചകളും അദ്ദേഹം ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നോക്കൂ, അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ദുരൂഹ മരണമല്ല ഇത്. ഇതൊരു ADMൻ്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ദുരൂഹ മരണമാണ്. അപ്പോൾ അത് ആ ഒരു ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ? മാത്രമല്ല ബന്ധുക്കൾ പറഞ്ഞു നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യരുത്,
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ കേസിലെ പ്രതി ദിവ്യയുടെ ഭർത്താവുണ്ട്. മാത്രമല്ല ഈ കള്ളപ്പരാതിയൊക്കെ കൊടുത്ത പ്രശാന്തനും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല പരിയാരത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ. നിങ്ങൾ എത്ര പരിണതപ്രജ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആത്യന്തികമായി ഇവരൊക്കെ ആരാണെന്നുള്ളതൊക്കെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് ഏത് രീതി കൈകാര്യം ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചില്ല? മാത്രമല്ല രണ്ടാമത്തെ കാര്യം, ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ബ്ലഡ് റിലേഷൻസ് ഉള്ളവർ അടുത്ത് വേണം എന്നുള്ളതുണ്ടല്ലോ അല്ലേ. ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് തിടുക്കത്തിൽ സാർ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്? അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? അവർ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ എത്തുന്നത് വരെ എന്തുകൊണ്ട് കാത്തിരുന്നില്ല? പറ, എന്തായിരുന്നു തിടുക്കം? ആർക്കായിരുന്നു തിടുക്കം? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ ലഭിച്ച 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തീകരിക്കണമെന്നുള്ള ഒരു സർക്കുലർ നിലവിലുണ്ട്. 1 പോട്ടെ. 2, ഇപ്പോ ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായി പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുന്നു. പോലീസ് വന്ന് കാണുന്നു. ബന്ധുക്കൾ വരുന്നത് വരെ അത് കാത്തിരിക്കുക എന്ന് പറയുന്നത് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് കൂടിയാണ്. സ്വാഭാവികമായും റവന്യൂവിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇൻക്വസ്റ്റ് നടത്തുന്നതിന് 5ഓളം സ്വതന്ത്ര സാക്ഷികൾ, റവന്യൂവിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ അടക്കം 5ഓളം സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ഇനി ഒരു പക്ഷേ നിൽക്കുകയാണെന്ന് ജില്ലാ കലക്ടറെ പോലും നവീൻ ബാബുവിന്റെ ബന്ധു സംശയിക്കുന്നു സാർ. അങ്ങനല്ല, അന്നേ ദിവസം 2024 പഠിച്ചതല്ലേ അവരൊക്കെ പറയൂ അല്ലേ, പഠിപ്പിച്ച് വിട്ടതല്ലേ അവരൊക്കെ പുറത്ത് പറയൂ. നമ്മൾ ഇൻക്വസ്റ്റിനെ പോസ്റ്റ്മോർട്ടം, നമ്മൾ ഇതിന്റെ പൊളിറ്റിക്കൽ വശം വിട്ടുകൊണ്ട് ഇൻക്വസ്റ്റിനെ പോസ്റ്റ്മോർട്ടത്തെ സമീപിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന വാദമുഖങ്ങൾ വിജയിക്കില്ല. മറിച്ച് സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് നിയമപരമായ പോലീസിന്റെ ബാധ്യതയാണ്. ആ നിയമപരമായ ബാധ്യത പോലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സംശയം ഈ നിമിഷം പോയേ പറ്റൂ അസ്ക.